എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഹെയർ കെയറിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൽ ഏത് എണ്ണയാണോ ആ എണ്ണ തലയുടെ ഒട്ടിലും മുടിയിലൊക്കെ നന്നായി തൊട്ട് വരട്ടി മുടിയിലുണ്ടാവുന്ന ജടകളൊക്കെ ഒന്ന് കളയുക. അതായത് കെട്ടിറക്കുക എന്ന് പറയും. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ആയിട്ടുള്ള രൂപശ്രീ ഹെയർ ഓയിലാണ് പറ്റണത്. അപ്പോൾ നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരു സിറം പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ. ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. കൊറോണ കാലത്ത് തന്നെയാണ് നമ്മുടെ ഈ രൂപശ്രീ ഹെയർ ഓയിൽ ഉടലെടുത്തത്. അപ്പോൾ നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ചില്ലിൻ്റെ ബൗളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ റോസ്മേരി ആണ് കേട്ടോ. അപ്പോൾ റോസ്മേരി നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ക്വാളിറ്റി ഉള്ള സാധനം നോക്കി നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഇതാ ഒരു സ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ റോസ്മേരി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളമാണ് ഇനി ഒഴിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു രാത്രി എടുത്ത് വെച്ച് പിറ്റത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉലുവ വെള്ളത്തിലിടുമ്പോൾ നമുക്ക് റോസ്മേരിയും കൂടി വെള്ളത്തിലിട്ട് വെക്കുക. അതാണ് എളുപ്പ വഴി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ ഉലുവ തലയിൽ തേക്കുന്നതിന് വേണ്ടി ഉലുവ വെള്ളം ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റോസ്മേരിയും കൂടി ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ ഹെയറിലും നിങ്ങളുടെ തലയുടെ ഓട്ടിലെ സ്കിന്നിലൊക്കെ നന്നായിട്ടുണ്ടാവും. താരൻ കുറയാനും മുടി കൊഴിച്ചിൽ മാറാനും കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികളെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് നമ്മുടെ ഈ ഒരു വാട്ടർ. അതായത് ഉലുവ നിങ്ങൾക്കറിയാലോ, താരൻ കുറയാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് കട്ടി കൂട്ടാനും കഴിവുണ്ട് നമ്മുടെ ഈ ഉലുവയ്ക്ക് കേട്ടോ. അതായത് ഓരോ ഇഴകളും ചിലപ്പോൾ കട്ടി കുറഞ്ഞ ഇഴകളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് കട്ടിയോടുകൂടി വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഉലുവ. പിന്നെ റോസ്മേരിയുടെ കാര്യം പറയണ്ടല്ലോ. മിതമായ അളവിൽ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മുടെ റോസ്മേരി. നമ്മുടെ തലയിലുണ്ടാവുന്ന ഡെഡ് സെല്ലുകളെ റിമൂവ് ചെയ്ത് നല്ല സ്കിന്നാക്കി മാറ്റാൻ, അതായത് നമ്മുടെ തലയോട്ടുള്ള സ്കിന്ന് പെർഫെക്റ്റ് ആക്കി നിർത്താനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിക്ക് ഒരു സിൽക്കി സ്ട്രക്ചർ കൊണ്ടുവരാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. കോളേജ് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളായിക്കോട്ടെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ തലേ ദിവസം ഇതേപോലെ ഒരു ചില്ലിൻ്റെ ബൗൾ എടുത്തിട്ട് ഉലുവ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ എന്ത് മേടിക്കുകയാണെങ്കിലും ഉലുവയാണെങ്കിലും റോസ്മേരി ആണെങ്കിലും വളരെ ക്വാളിറ്റി ഉള്ള സാധനം നോക്കി മേടിക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എടുക്കുക. അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ ഞാൻ എടുത്തതിൻ്റെ ഇരട്ടി എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇതാണ് അതിൻ്റെ ഒരു അളവ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെള്ളം എപ്പോഴും നല്ല വെള്ളമായിരിക്കണം. ചിലർ ഈ കുഴൽക്കിണറിലെ വെള്ളം അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ കൂടുതലിട്ടിട്ടുള്ള ആ ഒരു കണ്ടൻ്റൊക്കെ കൂടുതലുള്ള വെള്ളത്തിൽ നമ്മൾ എന്ത് ഉപയോഗിച്ച് തലയിൽ തേച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എടുക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന വെള്ളം തലയിൽ ഉപയോഗിക്കുന്ന വെള്ളം നല്ല വെള്ളമാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതിനെന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 ദിവസമോ 3 ദിവസമോ നിങ്ങൾ തല നനയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആ വെള്ളം നമ്മുടെ തലയിൽ ഉപയോഗിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ മുടി ഡാമേജ് ആവും. ഇതൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഷാമ്പൂ ചെയ്യുന്ന ദിവസവും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യേണ്ട. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരീക്ഷണത്തിനെ കുറിച്ച് ഞാൻ പറയണില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഹെയർ കെയർ മെത്തേഡാണ്. ജെൻസിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണിത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഇത് നമ്മുടെ തലയുടെ ഓട്ടിലെ ഡെഡ് സെല്ലുകൾ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ അടഞ്ഞു പോയിട്ടുള്ള സുഷിരങ്ങൾ ഓപ്പൺ ആക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോർമൽ പച്ചവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ടാറ്റ.